ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏവരും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവമാണ് ബിഗ് ബോസ് സീസൺ 8. അപ്പോൾ അതിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടുവരാം. അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന അഗ്നിപരീക്ഷയുടെ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊമോ എന്തായാലും കണ്ടിട്ട് അതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ബിഗ് ബോസിലേക്കുള്ള വാതിൽ തുറക്കാൻ ധൈര്യമുള്ള ആരൊക്കെയുണ്ട്? 40 സാധാരണക്കാർ, 21 ദിവസം. ബിഗ് ബോസിലെത്തുന്ന സാധാരണക്കാരെ കാത്തിരിക്കുന്ന ആദ്യ കടമ്പയാണ് അഗ്നിപരീക്ഷ എന്ന ഷോ. ഈ യുദ്ധം ജയിക്കുന്ന ഒന്നോ അതിലധികമോ സാധാരണക്കാരായിരിക്കും ഇത്തവണ ബിഗ് ബോസിലേക്ക് എത്തുക. തീക്കളിയാണ്, അത്ര എളുപ്പമല്ല. ബിഗ് ബോസ് പോലെ തന്നെ ടഫാണ് അഗ്നിപരീക്ഷ. ഞങ്ങളും നിങ്ങളും കൂടി ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ച മത്സരാർത്ഥികളെ ആയിരിക്കും. യെസ്, ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ്. ഇനി ഈ ഷോ കാണാതെ ബിഗ് ബോസ് കാണുന്നവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനോ, ഇൻട്രോ കാണാതെ ക്ലൈമാക്സ് കണ്ടിട്ട് കാര്യമുണ്ടോ? ടഫായിരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ടഫാക്കും. ഇത്തവണ തീപ്പൊരി പാറും, ഇല്ലെങ്കിൽ ഞങ്ങൾ പാറിക്കും. കാല് പൊള്ളാതെ തീയിലൂടെ നടക്കാൻ കഴിയുമോ? ഒറ്റയ്ക്ക് നിന്ന് തളരാതെ പൊരുതാൻ കഴിയുമോ? എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു അഗ്നിപരീക്ഷയാണ്. അതെ, സാധാരണക്കാരിൽ നിന്ന് അടുത്ത ബിഗ് ബോസ് താരത്തെത്തി ഒരു അഗ്നിപരീക്ഷ. 21 എപ്പിസോഡുകളായിട്ട് 40 കോമണേഴ്സ് ആണ് ഇതിലുള്ളത്. സാധാരണക്കാരെ മുന്നിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വോട്ട് ചെയ്ത് അവരെ നമുക്ക് ഇതിനകത്ത് 40ഓളം കോമണേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് ഇവരെ വോട്ടിങ്ങിലൂടെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരം കൂടി ഇതിലൂടെ നമുക്ക് അവർ തരുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു മിനി ബിഗ് ബോസ് പോലെ തന്നെയാണ് നമ്മുടെ ഈ അഗ്നിപരീക്ഷണം നടക്കുന്നത്. അതായത് ഈ അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കുന്ന 40 കോമണേഴ്സിൽ ഒന്നോ രണ്ടോ അതിലധികമോ ആളുകൾ ബിഗ് ബോസ് ഫൈനലിലേക്ക് സെലക്ട് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും ഒന്നോ രണ്ടോ അതിലധികമോ ആളുകൾ വരും. ഒരാളല്ലെങ്കിൽ രണ്ടാളോ ഉറപ്പായിട്ടും വരും. ചിലപ്പോൾ അതിലധികമോ ആൾക്കാർ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കൂടുതലും സാധാരണക്കാർ മുമ്പോട്ട് വരണമെന്നുള്ളത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഇതിൽ വിൻ ചെയ്ത് കാണണം എന്നുള്ളതും നമ്മുടെ ഒരു ആഗ്രഹമാണ്. ചിലപ്പോൾ അതിനുള്ള ചാൻസ് ഇനി അങ്ങോട്ടുള്ള ബിഗ് ബോസിനകത്തേക്ക് വന്നാലോ എന്നുള്ളൊരു ചാൻസും കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊമോയിൽ ഇപ്പോൾ ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്നത് അഖിൽ മാരാര്, റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ്. ഇവർ മൂന്നുപേരും പിന്നെ പൊളിയല്ലേ. ഇനി എന്തായാലും ഒരു 3 മാസത്തേക്ക് നമ്മുടെ കേരളം വേറെ യൂണിവേഴ്സൽ ആയിരിക്കും. എന്തായാലും നമുക്ക് ബിഗ് ബോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു പ്രൊമോയുടെ അഭിപ്രായം നിങ്ങൾ നിങ്ങളുടെ കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.